അടുത്തത് കന്നിക്കൂറാണ്, വിർഗോ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. ഉത്രത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങളും അത്തവും ചിത്തിരയുടെ 1ഉം 2ഉം പാദങ്ങൾ ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ കുജനും ബുധനും ശനിയും ആണ്. മീനമാണ് 7ാം ഭാവം. അവിടെ ചൊവ്വയും ബുധനും ശനിയും യോഗം ചെയ്ത് നിൽക്കുകയാണ്. പങ്കാളിത്തത്തോടു കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അഥവാ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും മറ്റുമൊക്കെ ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പാർട്ട്ണർമാർ തമ്മിൽ അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പരസ്പര ധാരണ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില നഷ്ടങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മുടെ പ്രവർത്തനം അനുകൂലമാണെങ്കിൽ പോലും ഒന്നിച്ച് സബോർഡിനേറ്റായിട്ട് ജോലി ചെയ്യുന്നവരുടെ പ്രവൃത്തി മൂലമുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ കൂട്ടുകച്ചവടത്തിലും മറ്റുമൊക്കെ ചില നഷ്ടസാധ്യതകളും, ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉടനെ ഫലം കൊയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സമയം വേണ്ടിവരും. അതിൽ നിന്ന് വീണ്ടും റീകൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുമൂലമുണ്ടാകുന്ന ചില നഷ്ടങ്ങളും കടങ്ങളും വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് നാഡീസംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ട്. അതുകൊണ്ട് ക്ഷീണം ഉണ്ടാകും, ഉറക്കക്കുറവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് ചില പ്രശ്നങ്ങൾ ഉടലെടുത്തേക്കാം. ആശയവിനിമയം വേണ്ടത്ര ഭംഗിയായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചില പരസ്പര വിശ്വാസക്കുറവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉടലെടുക്കും. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പരിഹാരം ആയിട്ട് ഗണപതിയെ ഭജിക്കുക, ഗണപതി ഹോമം നടത്തുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, നിത്യേന വളരെ ശ്രദ്ധയോടുകൂടി ഏത്തമിടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ബലം വർദ്ധിക്കുന്നതും കാണാവുന്നതാണ്.